സ്വയം ഒരുപാട് മുറിവുകളും പരിക്കുകളും തകർച്ചയും ഒക്കെ നേരിടേണ്ടി വന്നെങ്കിലും ആണിനെപ്പോലെ ഇറാനൊന്ന് ഉയർന്നു നിന്നപ്പോൾ അതുണ്ടാക്കിയ മാറ്റത്തിൻ്റെ ചില നിഴലുകൾ, ശബ്ദങ്ങൾ ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ടതുണ്ട്. അൽ ജസീറയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. UAE strongly condemns Israel attacks on Lebanon. The United Arab Emirates has condemned in the strongest terms the Israel attacks across several areas in Lebanon and expressed concern over continued escalation and its repercussions on regional security and stability. In a statement, Ministry of Foreign Affairs emphasized the need for concerted international efforts to prevent further loss of life and stressed the importance of providing full protection to civilians in accordance with international law and treaties. The ministry reaffirmed the UAE's full solidarity with the government of Lebanon and support during its critical juncture, emphasizing the unwavering commitment to supporting Lebanon's unity, sovereignty and territorial integrity. Furthermore, the ministry affirmed the UAE's unwavering position in rejecting violence and escalation, which contravene laws governing relation between countries and their sovereignty, and that to serve to further increase the risk of instability. The ministry emphasized the necessity of resolving disputes through diplomatic means rather than confrontation and escalation. ഞാൻ വരികളുടെ അർത്ഥം വായിക്കാൻ പോകുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി UAE പറഞ്ഞിരിക്കുന്നു, ഏറ്റവും കടുപ്പമേറിയ വാക്കുകളിൽ ഞങ്ങൾ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമത്തെ അപലപിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ആ രാജ്യത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അത് പശ്ചിമേഷ്യൻ മേഖലയിലെ അസ്ഥിരതയും സമാധാനത്തിനും വലിയ ഭീഷണിയുമാണ്. ഞങ്ങൾ അചഞ്ചലമായ ഐക്യദാർഢ്യം ലെബനീസ് സർക്കാരിന് പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ പ്രതിസന്ധി നേരിടുന്ന മനുഷ്യർക്ക് പ്രഖ്യാപിക്കുന്നു. എല്ലാ പിന്തുണയും അവരെ അറിയിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അക്രമത്തിലൂടെ ജനങ്ങളെ നശിപ്പിച്ചല്ല, മറിച്ച് ഡിപ്ലോമാറ്റിക് ചർച്ചകളിലൂടെയും ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയുമാണ് പരിഹരിക്കേണ്ടത്. ഇക്കാര്യത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി സൂക്ഷിക്കണമെന്ന മര്യാദ പാലിക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പറയുന്നത് UAE ആണ്. പറയുന്നത് ആർക്കെതിരെയാണ്? ഇസ്രായേലിനെതിരെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായ, കറക്റ്റായ, സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കാൻ UAEക്ക് കഴിയുന്നു? UAE അടക്കമുള്ള GCC രാജ്യങ്ങൾ ഇനിയും തിരിച്ചറിയണം, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ നയവഞ്ചന, മനുഷ്യത്വഹീനമായ പ്രവൃത്തി, മനുഷ്യരെ വംശഹത്യ അടക്കമുള്ള ചെയ്യുന്ന ക്രൂരത, അത് തുടരുന്നത് അവരാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഉറച്ച ശബ്ദമുയർത്താൻ കഴിയുന്നത് ഇറാൻ്റെ ഒരു നിൽപ്പാണ്. ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? ഈ ഇറാനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താൻ വേണ്ട സഹായങ്ങൾ ചെയ്യണം. അവരുമായുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തണം. എന്നിട്ട് ആ മേഖലയുടെ സംരക്ഷണത്തിന് ചേർന്ന് നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾക്കിടയിലെ ചെറിയ അന്തചിത്രങ്ങൾക്ക് നിങ്ങളെ മുഴുവനായി കൂട്ടത്തോടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായി സന്ധി ചെയ്യുന്ന നിലപാട് പുനഃപരിശോധിക്കണം. കെട്ടുകെട്ടിക്കണം എല്ലാ ബേസുകളും എല്ലാ സ്ഥലത്തു നിന്നും. അതിനൊക്കെ കഴിയാൻ ഒരുപക്ഷെ 1-2 തലമുറകൾ വേണ്ടി വന്നേക്കും. പക്ഷേ അതിന് തുടക്കമാകണം ഈ ചെറുത്തുനിൽപ്പ്. ഇനി UAE ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ സയനിസത്തിനെതിരെ ഹുസൈൻ സലഫിക്കൊക്കെ ഉറക്കെ പറയാം, പേടി കൂടാതെ പറയാം, ധൈര്യമായി പറയാം. കാരണം ചില കാലവും ചില സംഭവങ്ങളും ചില പൊളിച്ചെഴുത്തുകൾക്ക് വഴിതെളിക്കും. ആ പൊളിച്ചെഴുത്താണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത്. ലെബനോൺ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തെ ആക്രമിച്ച് തങ്ങളുടെ വരുതിയിലാക്കാനും ആ സ്ഥലം കൂടി പിടിച്ചെടുക്കാനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അത് കേവലം കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനാവില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഉറച്ച നിലപാടോടുകൂടിയാണ് ഇറാൻ നിൽക്കുന്നത്. സാധാരണ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്ന് പറയേണ്ടത് ആ ഉടമ്പടി ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയേണ്ടവരാണ്. പക്ഷേ ഇവിടെ ഇറാനാണ് പറയുന്നത്, ഇനി ലെബനോനെ ആക്രമിച്ചാൽ ഞങ്ങൾ ഈ ഉടമ്പടി ലംഘിക്കും, ഹോർമിസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും എന്ന് കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട്. UAEയുടെ സ്റ്റേറ്റ്മെൻറ്റ് വെറുമൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറക്കെ പറയാൻ ആർജവം നേടിയ കരുത്തുള്ള വാക്കാണത്.